ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ദുബായ് വ്ളോഗ് ഡേ 1. ഡേ 0 എന്ന് വെച്ചാൽ നമ്മൾ കുവൈറ്റിൽ നിന്ന് ദുബായിലെത്തിയതാണ്. ഡേ 0 ആയിട്ട് നമ്മൾ കണക്കൂട്ട് ചെയ്യുന്നത്. ഡേ 1 നമ്മൾ രാവിലെ 9 മണിക്ക് തന്നെ ഉറക്കം എണീറ്റിട്ട് അടുത്ത് നമ്മൾ ബർദുബായ് എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുത്തിരുന്നത്. അതിൻ്റെ അടുത്ത് എന്താണ് ഉള്ളതെന്ന് നടന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പോൾ കാണുന്നത്. സോ ഇവിടുത്തെ റോഡ് ഏകദേശം നമ്മൾ ബാംഗ്ലൂരിലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ബാംഗ്ലൂർ പോലത്തെ എനിക്ക് സെയിം ബാംഗ്ലൂരിലൊരു ഫീൽ തന്നെയാണ് കിട്ടിയത്. എല്ലാ നാട്ടിലെ ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ ഒരു വില മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. എത്ര വലിയ വണ്ടിയാണെങ്കിലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നിന്ന് തരുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത് റോഡുകൾ നിറച്ച് ഇങ്ങനെ സ്പാ മസാജിൻ്റെ കുറേ പേപ്പർ കഷ്ണങ്ങളാണ് കണ്ടത്. സോ ഇതിൻ്റെ പുറകെ പോകാണ്ടിരിക്കുന്നത് നല്ലതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. ലൈക്ക് ചില സ്ഥലങ്ങളിൽ അതൊരു സ്പാമായിരിക്കും, പിടിച്ചു പറിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു പുതിയൊരു രാജ്യത്ത് വന്ന ആ ഒരു ഫീലില്ല. ലൈക്ക് എൻ്റെ സെയിം ഞാൻ ബാംഗ്ലൂരാണ് ഒരു 4-5 വർഷം വർക്ക് ചെയ്തത്. സോ അപ്പോൾ അതേ ഒരു സെയിം വൈബ് തന്നെയാണ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്യാൻ പറ്റിയത്. കാരണം ഒരാളും നമ്മളെ മൈൻഡാക്കുന്നില്ല, നമ്മളും ആരെയും മൈൻഡാക്കേണ്ട, ആരെയും ബോധിപ്പിക്കേണ്ട. അങ്ങനെ നടന്നു പോയി ഒരു സ്വന്തമായിട്ട് സെൽഫ് വൈബ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ലോണ്ട്രി, സലൂൺ എല്ലാം. മുടി വെട്ടാൻ അത് 5 ദിർഹംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 22 100 സംതിങ്. സെയിം നമ്മളെ നാട്ടിലെ റേറ്റ് തന്നെയാണ് ഇവിടെ ആവുന്നത്. അങ്ങനെ കുറേ നേരമായിട്ട് നടന്ന് ഒരു ലാൻഡ്മാർക്കും കാണാത്ത സ്ഥിതിക്ക് എന്നാൽ ശരി മോർണിംഗ് ഒരു വാക്കിംഗ് ആകട്ടെ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബുർജുമാൻ എന്ന മെട്രോ സ്റ്റേഷൻ തൊട്ട് അവിടുന്ന് നമ്മൾ ഷറഫ് DJ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ ആ സൈഡിലോട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതും കഴിഞ്ഞ് റൈറ്റ് എടുത്തിട്ട് ഉള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. ആൻഡ് റൈറ്റ് സൈഡ് ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു ഫോൺ ബൂത്ത്. അവിടെ നടക്കുന്ന വഴി മൊത്തം, നടയോര പാതകൾ മൊത്തം സൈക്കിളും ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. സോ അവർക്കും കൂടിയുള്ള വഴിയാണ്. അതിന് വല്ല പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട, പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. സെയിം നടയാത്രക്കാരായിട്ടാണ് ഈ വണ്ടികൾ യൂസ് ചെയ്യുന്നവർ ഇവിടുത്തെ നാട്ടുകാർ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് അവസാനം എത്തിയ ഒരു സ്ഥലമാണ് അൽ ഷീഫ് ദുബായ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ഒരു ഷോപ്പിംഗ് ഏരിയ, ടൂറിസ്റ്റ് പ്ലേസ്, പിന്നെ ഒരു പഴയ ദുബായിയുടെ ഒരു പ്രതീകമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ദുബായിയുടെ പഴയ ബിൽഡിങ്ങുകളും പിന്നെ അവിടുത്തെ പഴയ കാല സാധനങ്ങൾ, പഴയ എക്യുപ്മെൻറ്റ്സും പിന്നെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ കഴിയുന്നതാണ്. പിന്നെ പഴയ രീതിയിലുള്ള ഒരു മ്യൂസിയം എല്ലാം അങ്ങനെ അവൈലബിൾ ആണ്. പഴയ കാലത്ത് അറബികൾ ജീവിച്ചിരുന്ന രീതി, അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റൈലും പിന്നെ അവിടുത്തെ ജീവിത രീതികളും അവിടെ യൂസ് ചെയ്ത സാധനങ്ങൾ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു മെയിൻ ദുബായിൽ നിന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുബായ് തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പഴയ ദുബായ് എങ്ങനെ ഇരിക്കും, പഴയ ദുബായ് സ്ട്രീറ്റിലൂടെ നടന്നാൽ എങ്ങനെ ഇരിക്കും, പിന്നെ അവിടുത്തെ മീൻ പിടിക്കാൻ പോകുന്ന വലകളും അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ആൻഡ് ഒരു വെറൈറ്റി സ്ഥലം. ഇത്ര ദൂരം നടന്നത് നമുക്കൊരു ദുബായിൽ തന്നെ അതിപുരാതന നഗരം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാതരം തുണികളും പിന്നെ എല്ലാതരം സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വലുതായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങൾ ഇവിടെ ദുബായിലുള്ള എല്ലാ ആൾക്കാരും വന്ന് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ലൈക്ക് ഒരുപാട് നടക്കാനും ഉണ്ട്, കുറേ ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം അങ്ങനെ ഉണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടും പിന്നെ ടിക്ടോക്ക് റീൽസ് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ വായി നോക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇവിടെ വരേണ്ടതാണ്. പിന്നെ നമ്മളിവിടെ കാണുന്ന ഈ പഴയ കാലത്ത് അറബികൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും ഉപകരണങ്ങൾ അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ വച്ചിരിക്കുന്നത്.
തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏകദേശം അള്ളാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വരെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. തേച്ചൊക്കെ നോക്കി, ഭൂതമൊന്നും വന്നില്ല. പിന്നെ ഇതൊക്കെ അവരുടെ പഴയ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും ഒരു നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാർ ബക്സ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടുത്തെ സ്റ്റാർ ബക്സ് പോലും അവരുടെ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ രീതിയിൽ ആണ് കെട്ടിവെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ഫീല്. എല്ലാ സ്ഥലത്തും നമ്മൾ റിച്ച് ലുക്കിലല്ലേ കണ്ടിട്ടുള്ളൂ സ്റ്റാർ ബക്സ് ഒക്കെ. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഒരു ഔട്ട് സൈഡ് എത്തിയപ്പോഴാണ് കണ്ടത്. നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മൾ പുതിയ ദുബായിലെ എല്ലാ വ്യൂവും കാണാൻ പറ്റും. ഏകദേശം ഇപ്പുറ സൈഡ് നമ്മൾ കാണുന്നത് മൊത്തം പഴയ ബിൽഡിങ്ങും പഴയ ഒരു ദുബായിയാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മൾ അപ്പുറ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ആ സൈഡ് മൊത്തം പുതിയ ദുബായ്, പുതിയ ബിൽഡിംഗ് എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഇവിടെ ദുബായിലുള്ള ആൾക്കാർ ഒന്ന് മറക്കാണ്ട് ഈ സ്ഥലം ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അൽ ഷീഫ് ദുബായ്. ആൻഡ് ബാർഗെയിനിങ് ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടകളുടെ അകത്ത് കയറാനായിട്ട് എല്ലാം സെയിം തന്നെ, എല്ലാം വലുതായിട്ടൊന്നും അകത്ത്. അപ്പോൾ ലേഡീസൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഗിഫ്റ്റ് ഐറ്റംസും ദുബായിയുടെ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ ഉണ്ട് ഓൾഡ് ബിൽഡിങ്. കാണാൻ തന്നെ നമുക്കിതുപോലെ ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പണ്ടുണ്ടായിരുന്ന ബിൽഡിങ് എങ്ങനെയായിരുന്നു ഇപ്പോൾ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എല്ലാം ഇടിച്ച് പൊളിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കല്ലേ. അപ്പം ഈ കാര്യത്തിൽ നമ്മൾ ദുബായിനെ സമ്മതിക്കണം. കാരണം പഴയ ദുബായ് പഴയ പോലെ തന്നെ നമുക്ക് എല്ലാ മെയിൻ സ്ഥലങ്ങളും ഒന്ന് കണ്ടു തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമുക്ക് ഈ ദുബായിലെ സിറ്റി സൈറ്റ് സീയിങ് ബസ് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 250 ദിർഹംസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എല്ലാ സ്ഥലവും കൊണ്ട് അവരൊന്ന് കാണിക്കും. പിന്നെ ഉള്ളിൽ കയറാനുള്ള സമയമൊന്നും ഉണ്ടോയെന്നോ എനിക്ക് വല്ല ഐഡിയ ഇല്ല. അവർ ഇത്ര സമയം ഓരോ സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടും. പിന്നെ തിരിച്ച് പിക്കപ്പ് ചെയ്ത് അവർ ഓരോ സ്ഥലങ്ങളിൽ വീണ്ടും കൊണ്ടുപോയി എല്ലാ സ്ഥലവും കാണിച്ചു തരുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എല്ലാം സോളോ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അതിലോട്ട് താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയം ആയിരുന്നു ഇത്, ലൈക്ക് ഓൾഡ് കൾച്ചറൽ മ്യൂസിയം. അപ്പം എൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഇവിടെ ഏതോ പ്രീ ബുക്കിംഗ് എല്ലാം ഫുള്ളായി, സോ നാളെ വന്നാൽ മതി. ഇത് ആൾറെഡി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ നാളെ വന്ന് കാണാം. ഇപ്പോൾ എന്തോ പ്രീ ബുക്കിംഗ്, വേറെ എന്തോ ഫംഗ്ഷന് വേണ്ടി പ്രീ ബുക്കിംഗ് ആയെന്ന് അവർ പറഞ്ഞു. ഷേഖ് മുഹമ്മദ് സെൻറ്റർ ഓഫ് കൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സോ അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി കണ്ടു, ആൾക്കാരെയൊക്കെ കുറച്ച് വാങ്ങി നോക്കി. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ നട്ടുച്ചയായി. ഏകദേശം ഒരു 9 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴത്തേക്കൊരു 10 മണി ആവാറായിരുന്നു. ഇപ്പം നമ്മൾ നട്ടുച്ച 12 മണിക്ക് ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പോയി ഫുഡും എല്ലാം കഴിച്ചിട്ട് തിരിച്ച് അടുത്ത സ്ഥലം പ്ലാൻ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു പാസഞ്ചർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
ഒരുക്കി കൊടുത്തിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് വിത്ത് AC. ഇന്ന് വന്നതിൽ വെറുത്തായിട്ടൊരു സ്ഥലം കണ്ടു. സോ അടുത്തത് എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് എവിടെയാണ് പോയെന്ന് കാണാം. അതുവരെ നമ്മൾ ടാറ്റ ബൈ ബൈ സി യു. மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ.